അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. പ്രിയ ശ്രോതാക്കളെ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഇബാദത്തുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. ബുദ്ധിയും പ്രായപൂർത്തിയുമെത്തിയ മുസ്ലിമായ ആണിനും പെണ്ണിനും സമയബന്ധിതമായ നിലയിൽ നിർബന്ധമാക്കപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക നമസ്കാരത്തിൻ്റെ കാര്യത്തിലായിരിക്കും. വിജയം വരിക്കുന്ന വിശ്വാസികളുടെ ഗുണങ്ങളിൽ അവർ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് പ്രത്യേകം പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ. നമസ്കാരത്തിൽ സൂക്ഷ്മതയും സ്ഥിരനിഷ്ഠയും ഉള്ളവർ എന്നാണ് അള്ളാഹു ഈ വചനങ്ങളിൽ നമ്മെ വിശേഷിപ്പിച്ചത്. സൂറത്ത് മറിയമിൽ ചില നബിമാരെക്കുറിച്ചും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സൽഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞ ശേഷം പിന്നീട് വന്ന ദുഷിച്ച തലമുറയെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹു ഉണർത്തിയത് കാണാം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത്ത്. എന്നിട്ട് അവർക്ക് ശേഷം ഒരു പിൻതലമുറ വന്നു, അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്തു എന്ന്. ഈ വചനത്തിൽ അളാഉ സ്വലാത്ത, അവർ നമസ്കാരം പാഴാക്കി എന്ന വചനത്തെ മുഫസ്സിറുകൾ വിശദീകരിച്ചത് വായിച്ചാൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൽ വീഴ്ച വരുത്തുന്നത് വൻ പാപവുമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അളാഉ സ്വലാത്ത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് ഇങ്ങനെ നമുക്ക് വായിക്കാം. ഒന്ന്, തർക്കുഹ, നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ തർക്കുഹ, ആ നമസ്കാരത്തെ പാടെ ഉപേക്ഷിക്കലാണ്. മറ്റൊന്ന് ഇളാഅത്തു ഔഖാത്തിഹ, അതിൻ്റെ സമയം പാഴാക്കലാണ്. എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി നിർവഹിക്കേണ്ടതിന് പകരം ആ സമയത്തിൽ നിന്ന് തെറ്റി നിർവഹിക്കുക. മറ്റൊന്ന് തഅഖീറുഹ അൻ വഖ്തിഹ, സമയത്തിൽ നിന്ന് പിന്തിക്കലാണ്. അതുപോലെ ഇഖാമത്തുഹ ഫി ഗൈരിൽ ജമാഅത്ത്, ജമാഅത്തായിട്ടല്ലാതെ നിർവഹിക്കലാണ്. അതുപോലെ തഅ്തീലുൽ മസാജിദ്, നമസ്കാരം പള്ളികളിൽ വെച്ച് നിർവഹിക്കുന്നത് ഉപേക്ഷ വരുത്തുക എന്നതും. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നാണ് ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്. പുരുഷന്മാർ പള്ളികളിൽ വെച്ച് ജമാഅത്തായി തന്നെ നിർവഹിക്കാനും സ്ത്രീകൾ വീടുകളിൽ വെച്ച് സമയബന്ധിതമായി നിർവഹിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ നിദാഅ ഫലം യഅ്തിഹി ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്ർ. ഒരാൾ ബാങ്ക് കേട്ടിട്ടും തക്കതായ കാരണം കൂടാതെ പള്ളിയിൽ വന്നില്ലെങ്കിൽ അവന് നമസ്കാരമില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് ഉദ്ർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖൗഫുൻ ഔ മറദുൻ, ഭയം അല്ലെങ്കിൽ രോഗം എന്ന്. പുറത്തിറങ്ങാൻ ഭയപ്പാടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, അതുപോലെ രോഗം വന്നാൽ, ഇതുപോലെ വ്യക്തമായ കാരണം ഉണ്ടെങ്കിലേ ഒരാൾക്ക് പള്ളിയിൽ പോകുന്നതിന് വിലക്കുള്ളൂ. വ്യക്തമായ കാരണമില്ലെങ്കിൽ പള്ളിയിൽ വെച്ച് നടക്കുന്ന ജമാഅത്തിൽ തന്നെ പങ്കെടുക്കണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കേണ്ടത്. ഒരാൾക്ക് ഒറ്റക്ക് നമസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ പോലും അത് ജമാഅത്തായി പരിഗണിക്കും എന്ന് തന്നെ നാം തിരിച്ചറിയുക. നമസ്കാരത്തിൻ്റെ ഗൗരവത്തിൽ ആ ഗൗരവം ഉൾക്കൊണ്ട് നമസ്കാരം പാഴാക്കാതെ അത് സമയബന്ധിതമായി അള്ളാഹു കൽപ്പിച്ച പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യപ്രകാരം തന്നെ നിർവഹിക്കാൻ പരമാവധി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെയും സ്വീകരിച്ച് അവൻ്റെ തൃപ്തി നേടി ജീവിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.